ഒരിക്കലും ഇപ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടണം. മലയാളിക്ക് പിന്നെ എന്ത് ഉടുക്കാം ഏത് ഉടുക്കാം, വില കുറച്ച് കിട്ടണം. സീമാട്ടി സിൽക്സിനെ പറ്റിയിട്ട് കേൾക്കാത്തവർ മലയാളികൾക്കിടയിൽ വളരെ കുറവായിരിക്കും. കേരളത്തിലെ വലിയൊരു ടെക്സ്റ്റൈൽ ശൃംഖലയാണ് സീമാട്ടി സിൽക്സ് എന്ന് പറയുന്നത്. അത് വലിയൊരു ബ്രാൻഡാണ്. കേരളത്തിൽ അവർക്ക് ഒരുപാട് ഷോറൂംസ് ഉണ്ട്. സീമാട്ടിയുടെ ഓണറാണ് ബീന കണ്ണൻ. പുള്ളിക്കാരി അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിച്ചിരുന്നത് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്തായിരുന്നു പുള്ളിക്കാരി സംസാരിച്ചതെന്ന് പറഞ്ഞാൽ, മലയാളികളുടെ ഫാഷൻ കൺസെപ്റ്റിനെ കുറിച്ചിട്ട്, ഫാഷൻ സെൻസേഷനെ കുറിച്ചായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ബീന കണ്ണൻ എന്താണ് പറഞ്ഞത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഒരു കൊച്ചു ആഡുകളൊക്കെ സെൻട്രൽ പേജിൽ നിങ്ങളുടെ വന്ന് കാണും, ഫ്രണ്ട് പേജിൽ വന്നുകൊണ്ടിരുന്നു. ഓഫ് ടിഷ്യൂ സാരീസ് ഗേൾസ് വിൽ മെയ് ഐ ഡോണ്ട് നോ സം വൺ ഓഫ് യു അവിടെ ഒരാൾ തലയാട്ടി. സോ അപ്പം അല്ല ടിഷ്യൂ സാരിയുടെ ആഡ് കുറേ കാലം പോസ്റ്റ് കാർഡ് സൈസിൽ ഫ്രണ്ടിൽ മാത്രം വന്നുകൊണ്ടിരുന്നു. ഈ ടിഷ്യൂ സാരി മലയാളികൾക്ക് ദഹിക്കുകയില്ല. അതെന്ത് തിളക്കമായി, ഈ തിളക്കം, ശരി ഓക്കെ, ഈ തിളക്കം വേണ്ട, ആയിക്കോട്ടെ, അവർക്ക് എന്ത് വേണോ ആ രീതിയിൽ അങ്ങ് പോകും. ഞാൻ പണ്ടൊക്കെ എനിക്ക് വേണ്ടി ഇതൊന്ന് വിൽക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അതൊന്നും ഒരിക്കലും നടക്കത്തില്ല. എനിക്ക് വേണ്ടി ഇത് വിൽക്കാനൊക്കെ ശ്രമിച്ചാൽ കോൺട്രാസ്റ്റ് മാറ്റി കൊടുക്കണം, കേരള ഒന്ന് മാറണം, കുറച്ചെല്ലാം യൂണിവേഴ്സലായിട്ട് എല്ലാം ഉടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നും. അനങ്ങമില്ല. വല്ല ഹിമാലയൻ കൊച്ചു കുന്നുപോലും അല്ല, മല പിടിച്ച് കുളിക്കുന്ന മാതിരിയാണ്. ഞാൻ നിർത്തി പരിപാടി സുല്ല്. ഞാൻ 30 കൊല്ലം മുമ്പേ നിർത്തി. നിങ്ങൾ എന്ത് വേണം? തീർച്ചയായിട്ടും എവിടെയെങ്കിലും വില കുറവുള്ള സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ മലയാളി അത് ചെന്ന് നോക്കും, ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുകയും ചെയ്യും. നല്ല സാധനമല്ല വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ അത് വാങ്ങിക്കാതെ തിരിച്ചു പോരുകയും ചെയ്യും. സാധാരണക്കാർക്ക് വലിയ മികച്ച ഷോറൂമുകളിലൊക്കെ വളരെയധികം വില കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുകയില്ല. അതിനെക്കുറിച്ചിട്ട് ബീന എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. കേരളത്തിന്റെ ഫാഷൻ സെൻസിബിലിറ്റി ബാക്കിയുള്ള സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ മാഡത്തിന്റെ ഒരു അഭിപ്രായം കഷ്ടമാണ്, ഇപ്പോഴും വലിയ കഷ്ടമാണ്. ഓരോരുത്തർക്കും അഭിരുചി വ്യത്യസ്തമായിരിക്കും. പലരും സാരി ധരിക്കുന്നവരായിരിക്കും, മോഡേൺ ഡ്രസ്സസിനോടായിരിക്കും പലർക്കും ഇഷ്ടം. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. മാത്രമല്ല പലർക്കും ടിഷ്യൂ സാരീസ് ഇഷ്ടമുള്ളവരും ഉണ്ടാകും, പക്ഷേ അതിന് വില വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇക്കാലത്ത് അധികം പേര് അങ്ങനെ സാരി ഉടുക്കുന്നവരല്ല, സൗകര്യത്തിന് പുറത്തിട്ട് പല ഡ്രസ്സുകളും അവർ മാറി മാറി ധരിക്കാറുമുണ്ട്. അപ്പോൾ സാരി വന്നിട്ട് ഒരു യൂണിവേഴ്സൽ ഡ്രസ്സ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയുക. കേരളത്തിലെ കുട്ടികളും സ്ത്രീകളും ഞാൻ കണ്ടിടത്തോളം വളരെ നല്ല രീതിയിൽ തന്നെ വസ്ത്രധാരണം ചെയ്യുന്നവരും നല്ല ഫാഷൻ കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളുമാണ്. വെഡ്ഡിങ് പർച്ചേസിനാണ് സാധാരണ സീമാട്ടി പോലെ വലിയ കടകൾ ആളുകൾ കേരളത്തിൽ സന്ദർശിക്കാറുള്ളത്. മാത്രമല്ല ഒരുപാട് ചെറിയ ഷോപ്പുകളിൽ തന്നെ നല്ല നല്ല വസ്ത്രങ്ങൾ ന്യായമായിട്ടുള്ള വിലയ്ക്ക് തന്നെ വിൽക്കുന്നു. അപ്പോൾ അധികം പേരും അങ്ങനത്തെ കടകളിൽ പോയി അവരവരുടെ പോക്കറ്റിന് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സസ് വാങ്ങിക്കാനായിരിക്കും കൂടുതൽ പേരും താല്പര്യപ്പെടുക. ഇതിനെക്കുറിച്ചിട്ട് ബാക്കി എന്താണ് ബീന സംസാരിക്കുന്നതെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. കേരളത്തിന്റെ ഫാഷൻ സെൻസിബിലിറ്റി ബാക്കിയുള്ള സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ മാഡത്തിന്റെ ഒരു അഭിപ്രായം കഷ്ടമാണ്, ഇപ്പോഴും വലിയ കഷ്ടമാണ്. ധാരാളം പേർക്ക് ഇപ്പോഴും സീമാട്ടി വളരെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. സ്ഥിരമായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് അവിടെ നിന്നും വസ്ത്രം വാങ്ങുന്നവരും ഉണ്ട്. അവരുടെ അഭിപ്രായത്തിൽ വില കുറവിലും നല്ല വസ്ത്രങ്ങൾ അവിടെ നിന്നും കിട്ടും എന്നാണ് ധാരാളം പേര് പറയുന്നത്. ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലൈക്ക് ദേ വിൽ വോണ്ട് ടു സീ, ആണുങ്ങളെ പോലെ അല്ല, 4 ഷർട്ട് എടുത്ത് കാണിച്ചു കൊടുത്താൽ 1 ഷർട്ട് എടുത്തിട്ട് പോകും അല്ലേ. ഈ വെള്ളയ്ക്ക് പോയി നിങ്ങൾ എത്ര നേരം എടുക്കും? ഹാർഡ്ലി 3 മിനിറ്റ്, ബില്ല് ചെയ്യാൻ 1.5 മിനിറ്റ്. 4.5 മിനിറ്റ് കൊണ്ട് ആണുങ്ങൾ ഔട്ട് ആണേ. നമ്മൾ 4.5 മിനിറ്റ് കൊണ്ട് ഔട്ടാവാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഒലകമക ഭദ്രകാളി ഞാനായിരിക്കും അന്ന്. നിങ്ങളുടെ ഭാര്യ ഒരു കല്യാണ ആവശ്യത്തിന് നിങ്ങളുടെ മോളെയും നിങ്ങൾ ഷർട്ട് എടുക്കാനായിട്ട് കടയിൽ കയറിക്കേ. സോ ഷീ വിൽ ടേക്ക് 5 hours into 10 times, but you will take 5 minutes. മാഡം ആ പറഞ്ഞത് കാര്യം. See, Kerala is using me. ഈ ഒരു ഫിംഗർ നെയിൽസിൻ്റെ ടിപ്പ്, സ്മോളസ്റ്റ് ഫിംഗർ നെയിലിൻ്റെ ടിപ്പാണ് കേരള എന്നെ യൂസ് ചെയ്യുന്നത്. ഞാനിതൊന്നും അല്ല. മൈ കപ്പാസിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് രീതി റിവാസ് ഇസ് മച്ച് മോർ ഹയർ. അപ്പോൾ ഇവരിങ്ങനെയേ വേണ്ടു. ഇവർക്ക് സ്കാറ്റർ, ഇവർ കുത്താൻ ഇവർക്ക് അറിയത്തില്ല. ഞാൻ കൂടെ ഒന്ന് കുത്താനല്ലേ പറ്റുള്ളൂ, ഒന്നും എംബ്രോയിഡറി അല്ല. ഓക്കെ, നൗ ടു പുട്ട് ഇറ്റ് വെരി സിമ്പിൾ. ഈ വെള്ള ഷർട്ടാണ് ഫാഷൻ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ വെള്ള ഷർട്ടാണ് ഫാഷൻ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇക്കാലത്ത് കല്യാണ, പിന്നെ പോത്തി സിൽക്ക്,
അതുപോലെ ധാരാളം ചെറിയ ചെറിയ ബുദ്ധികളൊക്കെ മലയാളികളുടെ മനസ്സറിഞ്ഞ് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് നല്ല വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇനി വീഡിയോയുടെ അടുത്ത കുറച്ച് ഭാഗങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പം എനിക്കാണെങ്കിൽ ഇതിൽ ഗോട്ട ചെയ്യാൻ അറിയാം, ലൈനിനെ ചെയ്യാൻ അറിയാം. ഇതൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ ഡു ഇറ്റ്. ഗിവ് മി 3 months 2 months. ഇപ്പം ഏത് US-ലോ ഓസ്ട്രേലിയയിലോ ഉള്ള ഏത് വൈറ്റ് വെഡ്ഡിങ് ഗൗൺ പോലെ എനിക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ 10-1 വില മതി, 10-1 ടൈം മതി. അപ്പോൾ അത് നിങ്ങൾ എനിക്ക് തന്നാൽ ഐ എം ദ റെഡി വിത്ത് യു. ഏത് ലെഹങ്ക, ഏത് ഗൗൺ, ഏത് ഫാൻസി ഡ്രസ്സ്, സെൽഫ് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. ഫുള്ള് യൂസ് ചെയ്യാൻ മലയാളീസിന് തലയെഴുത്തില്ലാതെ പോയി. എക്സ്പാൻഡ് ബിയോണ്ട് കേരള എന്ന് പറയുമ്പോൾ ഈ ടേസ്റ്റിനെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകണം. ഈ കടിച്ചത് എൻ്റെ കയ്യിൽ കള്ളവഞ്ചിയോ കള്ളപ്പണമോ കള്ളോ കഞ്ചാവോ MDMA വിറ്റ കാശൊന്നുമില്ല. ഉണ്ടെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ വിത്ത് ദ മണി വിച്ച് ഐ ഏൺ ഫ്രം ദ ടെക്സ്റ്റൈൽസ് ഐ ക്യാൻ നോട്ട് ഫൂക്കെന്ന് പോകാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ ഓൺലൈൻ പർച്ചേസും വളരെയധികം നല്ല രീതിയിൽ പോകുന്നുണ്ട്. മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്നും നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ളതും ന്യായമായിട്ടുള്ള വിലയ്ക്കുമൊക്കെ വാങ്ങിക്കുന്നവരുടെ മനസ്സറിഞ്ഞിട്ട് അവിടെ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം ചില ഗ്രാമങ്ങളിലും ചില വലിയ കടകളില്ലാത്ത നല്ല കടകളില്ലാത്ത പ്രദേശങ്ങളിലും ഒക്കെ ഉള്ളവർക്ക് ഇതുപോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് വളരെ യൂസ്ഫുള്ളാണ്. കാരണം എപ്പോഴും എല്ലാവർക്കും കടയിൽ പോയി അത്യാവശ്യ സന്ദർഭങ്ങളല്ലാത്ത രീതിയിൽ സാധാരണ ഡ്രസ്സസൊക്കെ വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിങ്ങിനെ ആശ്രയിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ളവർക്ക് നേരിട്ട് കണ്ട് വാങ്ങിക്കണം എന്ന ചിന്തയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഓൺലൈൻ ഷോപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം കടയിലോട്ട് ഓരോ അവസരങ്ങളിലും പോകുന്നവരുടെ എണ്ണം അതിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും മലയാളികളുടെ വസ്ത്രസങ്കല്പം എന്നും എവിടെ പോയാലും കേരളീയ വനിതകളും കുട്ടികളും എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ വസ്ത്രധാരണം ചെയ്ത് ഫാഷനിൽ എപ്പോഴും മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു മനസ്സാണ് അവരുടെ ഇത്. അപ്പോൾ ഈ ബീന കണ്ണൻ പറയുന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്തു തന്നെയായാലും മറക്കാതെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അത് ഷെയർ ചെയ്യുക. ഇതുപോലെ സമൂഹത്തിൽ കാണുന്ന ധാരാളം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാട് പേര് ധാരാളം സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്നവർ ഇതൊക്കെ കണ്ട് കാണും. പക്ഷേ ഒരു വിഭാഗം പേര് അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. അവർ കമൻസിൽ അറിയിക്കാറുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് അവർക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുള്ളത്. അവരെ കൂടി കരുതിയിട്ടാണ് വീഡിയോസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.